വാശിയോടെ 3 പൂക്കളാണ് ഇവിടെ ഇടാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും നന്നായിട്ട് ആരാണോ പൂക്കൾ ഇടുന്നത് അവരായിരിക്കും വിന്നർ. അപ്പൊ തോറ്റ 2 പേര് വിന്നർ ആയിട്ടുള്ള ആൾക്ക് അവര് പറയുന്ന ഓണ പായസം വെച്ച് കൊടുക്കണം. അപ്പൊ അതാണ് വിന്നർക്കുള്ള ഓണ സമ്മാനവും തോറ്റവർക്കുള്ള പണിഷ്മെന്റും. അപ്പൊ നല്ല അടിപൊളി കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓണപ്പൂക്കളം അടിപൊളിയാക്കാൻ വേണ്ടി ഇവിടെ 7 വെറൈറ്റി പൂക്കളാണ് ഇവിടെ ചല്ല് മേടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഓരോരുത്തർക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് തരുകയാണ് ചെയ്യുക. ഞങ്ങൾ തമ്മിൽ അടിയാവും. അപ്പൊ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, നേരെ പൂക്കള മത്സരത്തിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ പൂക്കള മത്സരം ഇവിടെ തുടങ്ങാണ്. എല്ലാവരും അവരവരുടെ പ്ലേസിൽ റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പൂക്കളൊക്കെ റെഡി ആക്കി തന്നിട്ടുണ്ട്. ഒരേപോലെ 3 വട്ടങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പൊ 1 മണിക്കൂറാണ് നമുക്ക് പൂക്കൾ ഇടാനുള്ള സമയം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ടൈമർ വെക്കാം. റെഡി 3 2 1 ഗോ. അപ്പൊ ഞാൻ തീരുമാനിച്ചുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ. ഇതിൽ കൂടുതലും യെല്ലോയും ഓറഞ്ചും വരുന്നുള്ള ഒരു ഡിസൈനാണ്. നമുക്ക് അടിപൊളിയാക്കി ഇടാം. ഞാനൊരു വെറൈറ്റി ഡിസൈനാണ് കണ്ടുവച്ചിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഞാൻ വിചാരിച്ച ഡിസൈന്. നടുവില് ഒരു ഇതൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ പറ്റുന്നൊന്നും അറിയില്ല, നോക്കി നോക്കാം. ഞാൻ വിചാരിച്ച ഡിസൈൻ ഇതാണ്. ഇത് ഞാൻ ഫുള്ളൊന്നും ഇടൂല, കാരണം ഇത് ഒരുപാട് ഇടാനുണ്ട്. ഈ നടുവിലുള്ള ഭാഗം മൊത്തം അങ്ങനെ ഇടും. എന്നിട്ട് ബാക്കി ടൈം ഉള്ളതിനനുസരിച്ചിട്ടാണ് ബാക്കി ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് 1 മണിക്കൂറേ സമയമുള്ളൂ. അതിനുള്ളിൽ നമുക്ക് ഈ പൂക്കളൊക്കെ അരിയും വേണം, പൂക്കൾ ഇടും വേണം, പൂക്കളം വരയ്ക്കും വേണം. അപ്പൊ നമുക്ക് പൂക്കൾ അരിയുന്നതിൽ തുടങ്ങാം. ഞാൻ അരിഞ്ഞു തുടങ്ങിട്ടോ. ഞാനിത് അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ഓറഞ്ച് ആണ് അരിയുന്നത്. നടുവിൽ എനിക്ക് റോസ് പൂ ആണ് വെക്കാനുള്ളത്. അതുകൊണ്ട് പിന്നെ അത് അരിയാനില്ല. ഇത് ഞാൻ അരിഞ്ഞു വെക്കുകയാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ അരിയലിനും ചെറുതായിട്ട് മുങ്ങി നടക്കുന്നതൊക്കെ സമയമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ സെന്ററിൽ ഇത് ഈ കളറാണ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടം. അതിനോട് ഈ കളറും യെല്ലോയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ സെന്റർ ചെയ്യുന്നത് കേട്ടോ. ആ സെന്ററിലുള്ള ട്രയാങ്കിൾ ആ ഒരു ഡിസൈൻ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇത് ഈ മഞ്ഞ ചെട്ടിയാണ് കേട്ടോ അരിയുന്നത്. ഞാൻ ഓറഞ്ച് ചെട്ടിയാണ് അരിയുന്നത്. ഞാനിവിടെ വയലറ്റ് ഡാലി എടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് വയലറ്റ് കൂടുതലായിട്ട് വേണ്ടതാണ്, കാരണം അത് ഞാൻ കണ്ടുവെച്ച ഡിസൈനിൽ നടുവിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ വയലറ്റ് കളറാണ് കേട്ടോ. പിന്നെ യെല്ലോയും ഇതൊക്കെ ഈ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പൊ വയലറ്റ് കുറെ ആവശ്യമുണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഈ ഓറഞ്ച് ചെട്ടി മഞ്ഞ ചെട്ടി കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒപ്പിച്ചിട്ടാണ് ചെയ്യുക. പക്ഷെ സല്ല് ഒരുപാട് പൂ വാങ്ങിയിട്ട് നമുക്ക് ലാവിഷായിട്ട് ഇടാനുള്ളത് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ പൂക്കളെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, പുറത്തുള്ള പച്ച കളറൊന്നും എടുക്കാൻ പറ്റില്ല. അത് മൈനസ് പോയിന്റാ. സ്കൂളിലൊക്കെ ആണെങ്കിൽ അത് മൈനസ് പോയിന്റ് ആണ്. പിന്നെ തുമ്പയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്ലസ് പോയിന്റ് കിട്ടും. തുമ്പയ്ക്കൊക്കെ നല്ല തുമ്പ, ആമ്പല്, താമരക്കല്ലേ, അതൊക്കെ പ്ലസ് പോയിന്റ്സ് കിട്ടുമായിരുന്നു. ഞാനിത് അവിടെ വരയ്ക്കാൻ തുടങ്ങിട്ടോ. കാരണം ഞാൻ ആ ചെട്ടി നന്നാക്കിയിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും തീരൂല. അപ്പൊ ഞാൻ വരച്ചു തുടങ്ങട്ടെ. എനിക്ക് വരയ്ക്കണം, ഞാനെന്താ വരയ്ക്കാൻ തുടങ്ങട്ടെ. എല്ലാവർക്കും ചൂട് പിടിച്ച് തുടങ്ങിട്ടോ. പേടിയുണ്ട്. ഞാൻ ഒരുവിധം ഈ പൂക്കളൊന്ന് കട്ട് ചെയ്തിട്ട് വരയ്ക്കാൻ പോകുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു വട്ടം റെഡിയാക്കിയിട്ട് ഇവിടെ ഈ എൻഡിലുള്ള ഒരു വട്ടാട്ടെ ആക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിന്റെ ഉള്ളിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇതിന്റെ അടുത്തുള്ള ഒരു വട്ടം വരച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ചെറിയ വട്ടം വരയ്ക്കണം കേട്ടോ. അതിന്റെ ഉള്ളിലാണ് നമുക്ക് പൂവിന്റെ സാധനം വരയ്ക്കാനുള്ളത്. അപ്പൊ ഞാൻ ചെറിയ വട്ടം കൂടി വരച്ചു കഴിഞ്ഞാൽ എന്റെ ഏകദേശം പണി റെഡിയായി. അഞ്ചി പെട്ടെന്ന് ഇതിന്റെ ഒരു കളറ് പൂവ് ഞാനിത് എവിടെ ഇറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഡിസൈൻ വരയ്ക്കട്ടെ കേട്ടോ. ഞാനിത് ഇവിടെ മഞ്ഞ ചെട്ടി ഒരു 3-4 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേറെ വേറെ പൂക്കൾ അരിഞ്ഞു വെക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ കളർ മാത്രമായി പോകും. ഞാൻ സെന്ററിലുള്ള ഡിസൈൻ ആദ്യം തന്നെ വരയ്ക്കാം. എനിക്ക് അതിന് ബാക്കി അളവിനനുസരിച്ച് ബാക്കി നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് സെന്ററിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ അതിന്റെ ഉള്ളിൽ ട്രയാങ്കിൾസ് ആണ് വരുന്നത്. എനിക്ക് അങ്ങനെ ഇവിടെ കിട്ടുന്നില്ല. ഞാനിപ്പോ വരയ്ക്കാതെ വെട്ടുന്നതിലേക്ക് എന്നെ പോകേണ്ടി വരുന്നാട്ടോ തോന്നുന്നു. എനിക്കിത് മനസ്സിലാവുന്നില്ല. അതില്ലേ നമ്മള് കണ്ടുവച്ച ഡിസൈൻസ് ഒക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എല്ലാരും നല്ല ഡിസൈൻ എന്ന് വെച്ചിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ എല്ലാരും സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പൊ വരാം. അപ്പൊ ഞാൻ ഈ സെന്ററിലുള്ള ആ ഒരു സ്ക്വയർ ആണ് കേട്ടോ നോക്കുന്നത്. എനിക്കിത് ഞാൻ ഇത്രയും അരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ടുള്ള ജോയിന്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ള എനിക്ക് അറിയുന്നില്ല ഗൈസ്. നമുക്ക് പൂക്കൾ ഇടുന്നതിന് മുന്നേ ഒന്ന് റിഫ്രഷ് ആവും കേട്ടോ. അപ്പൊ അതേ ടാങ്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ടാങ്ക് കലക്കി കുടിച്ചിട്ട് ഒന്ന് റിഫ്രഷ് ആവും. ഞാനിത് 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് അവർക്കും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ട് ഒന്ന് സർപ്രൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇത് തണുത്ത വെള്ളം എടുത്തിട്ട് വരാം. ഞാൻ നല്ല തണുത്ത വെള്ളം നേരത്തെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പൊ നമുക്കിതേ 2 സ്പൂൺ ഈ ഗ്ലാസ്സിലേക്ക് ഇട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി അവർക്ക് കൊണ്ടു കൊടുക്കാം. അഞ്ജലി ഈ ടാങ്ക് കുടിച്ചൊന്ന് റിഫ്രഷ് ആവും. ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഷാബി. എന്നാ കാക്ക
ഇത് ഓറഞ്ച് ഫ്ലേവർ ആട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്. സത്യം ഇപ്പൊ ഒന്ന് കൂളായി. ഇനി നമുക്ക് അടിപൊളിയായിട്ട് പൂക്കളിടാം കേട്ടോ. ഇപ്പൊ ഒന്ന് റിഫ്രഷ് ആയിട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണോ? അപ്പൊ ഈ തവണത്തെ ഓണാഘോഷങ്ങളിൽ ടാങ്ക് കൂടെ ഉൾപ്പെടുത്തി നല്ല റിഫ്രഷ് ആയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യൂ. അപ്പൊ നിങ്ങളുടെ ഈ ഓണത്തിന് ടാങ്കിന്റെ ഓണം സ്പെഷ്യൽ പാക്ക് മേടിച്ച് നിങ്ങളുടെ ഓണം എക്സ്ട്രാ എക്സൈറ്റിംഗ് ആക്കുക. ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ വരുന്ന സമയത്ത് നല്ല ചിൽഡ് ആയിട്ടുള്ള ഒരു ടാങ്ക് കൊടുത്തിട്ട് അവരെ വെൽക്കം ചെയ്യൂ. അപ്പൊ നമുക്ക് ഇനി നേരെ പൂക്കള മത്സരത്തിലേക്ക് കടക്കാം. അപ്പൊ ഗൈസ്, ഞാൻ പൂക്കളത്തിന്റെ ഈ നടുവിലുള്ള ഭാഗം ഒരുവിധം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നല്ല 3D എഫക്റ്റിലാട്ടോ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ സെന്ററിൽ ഫുൾ റോസ് പൂ വെച്ചിട്ടുണ്ട്. അതിന്റെ ചുറ്റും വൈറ്റ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ കാണുന്ന ഈ ഒരു ടൈപ്പിലാട്ടോ അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത യെല്ലോ ഇടണം. ഇവരതൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ വരച്ച് തുടങ്ങിയിട്ട് കൂടെ ഇല്ല. ഞാൻ ഇതേ അടുത്ത വാടാർമല്ലി ഇങ്ങനെ പിച്ച് പറിച്ചിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് വരയ്ക്കാം. ഞാൻ എന്റെ പൂക്കളത്തിന് ഒരു ഡിസൈൻ വരഞ്ഞിരുന്നു, പക്ഷെ ആ ഡിസൈൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഞാനിങ്ങനെ സിമ്പിൾ ഡിസൈനിൽ സെന്റർ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പകുതി ഉണ്ട്, ഇനി ബാക്കി പകുതി കൂടെ ഫില്ല് ചെയ്യണം. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഇവിടെ തെങ്ങ് വരച്ചിട്ടുണ്ട്, പിന്നെ 2 തോണി വരച്ചിട്ടുണ്ട്, ഇവിടെ പിന്നെ ഒരു അമ്പിളിമാമൻ വരയ്ക്കാണ്ട് അത് ഞാൻ വരച്ചിട്ടില്ല. ഇനി അടുത്തത് ഇവിടെ ഒരു വട്ടം വരയ്ക്കാണ്. ഞാൻ വട്ടം വരയ്ക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിതാ ഇവിടെ ഈ ഒരു 3 റൗണ്ടുകൾ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി സൈഡിലുള്ള ഈ ഡിസൈൻ ഫില്ലാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ പൂവുകൾ നടത്തിയാണ്. ഒരു മണിക്കൂറൊന്നും കൊടുക്കണ്ടില്ലേ? പെട്ടെന്ന് തീരുന്നുണ്ട് കേട്ടോ. ഞാനത് ഈ ഡിസൈൻ ഇങ്ങനെ ഫുൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്റെ ഇപ്പോഴും കഴിഞ്ഞില്ല പണി. അതായത് ഒരുവിധം മനുഷ്യർ പറ്റുന്ന ലെവലിലുള്ള സാധനങ്ങളാണ് എടുക്കുക. ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് എടുത്ത്. എനിക്ക് ഈസി ആയിട്ട് വേഗം ചെയ്യാൻ പറ്റും. അല്ല, അഞ്ചിന്റെ ഡിസൈൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അവസാനത്ത് മാറ്റിയതാണ് കേട്ടോ. അത് മാറ്റി ഞാൻ ഇന്റേതായ രീതിയിലേക്ക് മാറ്റിയതാണ് കേട്ടോ. അപ്പൊ ഗൈസ്, അതിന്റെ പൂക്കൾ ഇതുവരെ എത്തിയിട്ടുണ്ട്. ഞാൻ ഒരുവിധം പൂക്കൾ കളറുകളൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. 1, 2, 3, 4 നാലാമത്തെ ലെയറിലാട്ടോ ഇപ്പൊ ഉള്ളത്. ഇന്റേതാണ് ഇപ്പൊ ഒരുവിധ ഒരു ഉയർച്ച, അതായത് അപ്ഡേഷനിലേക്ക് വന്നിട്ടുള്ളത്. എന്റെ ഈ ഒരു ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇതിന്റെ ഷേപ്പ് ഇവിടെയൊക്കെ ശരിയാക്കാനുണ്ട്. അതിനുശേഷം സെക്കൻഡ് ലെയർ നമുക്ക് വരഞ്ഞിട്ട് ചെയ്യണം. ഞാനിത് ഇവിടെ ഫുള്ള് വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഡിസൈൻ മൊത്തത്തിൽ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ട പൂ അരിയിലാണ് കുറച്ച് ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ബാക്കി ഇത് അവിടെ അരിഞ്ഞുകൊണ്ട് കാണാം കേട്ടോ. അപ്പൊ ഞാനിതാ റോസ് കൊണ്ട് വേറെ ലെയറും കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓറഞ്ച് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പൂക്കൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് തെങ്ങിന് ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാനിത് അവിടെ തുടങ്ങി. ഞാനിത് എന്റെ ഫസ്റ്റ് ലെയറിന് ഒരു ഔട്ട്ലൈൻ ആയിട്ട് റെഡ് റോസ് പൂ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ അതിന് ശേഷം ബാക്കി വരയണം. അപ്പൊ ഗൈസ്, ഞാൻ പൂക്കളിട്ട് ഒരുവിധം നടുവൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ സെന്റർ ഭാഗമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞിട്ടില്ല ഗൈസ്, ഞാൻ ഇട്ടോണ്ട് എടുക്കാണ്. അപ്പൊ ഞാനിത് അടുത്ത ലെയർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾസ് ഇങ്ങനെ വെക്കണം കേട്ടോ. 5 എവിടെയോ എത്തി ഗൈസ്. ഞാനിതാ ഈ ലാസ്റ്റ് ലെയറിന്റെ തൊട്ട് മുന്നത്തെ ലെയർ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ റോസ് പൂവും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ആവും കേട്ടോ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പൂവിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ആകെ 1 മണിക്കൂർ ടൈം ഉള്ളൂ. അതിനുള്ളിൽ ഇതെന്നെ മുഴുവൻ ഇട്ട് തീരുമെന്ന് അറിയില്ല. ഇത്രയും നേരമായിട്ട് കഴിച്ച് ഞാൻ ആ സെന്റർ ഭാഗം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി അടുത്തത് എനിക്ക് ഓറഞ്ച് ചട്ടി വേണോ? ആവശ്യത്തിനില്ല. അപ്പൊ ഞാൻ ഓറഞ്ച് ചട്ടി അരിഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിതാ വെള്ള അരിഞ്ഞോണ്ടിരിക്കാണ്ട്. വെള്ളം ഇങ്ങനെ പിച്ച് ഇടുന്നേ ഉള്ളൂ. ഞാൻ അതിന്റെ ലാസ്റ്റത്തെ തൊട്ട് മുന്നത്തെ ലെയർ ആണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ തുടങ്ങുന്നു, 5 അവസാനിക്കുന്നു. ഞാൻ ലാസ്റ്റ് തൊട്ട് മുന്നത്തെ ലെയർ ഇതാ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനത്തെ ഒരു ഡിസൈൻ. ഈ വൈറ്റ് ഫുള്ള് ഞാൻ ഇങ്ങനെ ട്രയാങ്കിൾ ആക്കി കൊടുത്തു. ഇനി ഇവിടെയും ട്രയാങ്കിൾസ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം സ്പീഡിലാക്കിയിട്ട് ഞാനിത് മാക്സിമം സ്പീഡിലായിട്ട് ഇത്രയും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഇത് ഫൈനൽ ലെയർ ആണ്. ഇവിടെ ഇങ്ങനെ ഒന്നും കൂടെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ടൈം കിട്ടുമെന്നുള്ളേക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പൊ ഗൈസ്, ഞാനിവിടെ ഫൈനൽ ലെയർ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ അത് കുറച്ച് കളേഴ്സ് വെച്ചിട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പൊ പറ്റുമോ നോക്കട്ടെ. സമയം ഏകദേശം കഴിയാനായിരിക്കുന്നു. ഇന്റേത് ലാസ്റ്റ് ലെയർ ആണ്. എനിക്ക് ഇനി ഓറഞ്ച് കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ലെയർ ഫില്ല് ചെയ്യാനേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരുവിധം നീറ്റ് ആക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇരിക്കുന്ന സ്ഥലമൊക്കെ. അപ്പൊ നമ്മൾ പൂക്കള മത്സരത്തിന് അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് ഒക്കെ പോയിട്ടുണ്ട്. ഞാനിത് ലാസ്റ്റ് ലെയർ ചെയ്തോണ്ടിരിക്കട്ടോ. ഏകദേശം കഴിയാനായി. ഞാനിത് ഓറഞ്ച് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ലാസ്റ്റ് റൗണ്ടിലും കൂടി ഫില്ല് ചെയ്യാം കേട്ടോ. ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഔട്ടർ ലെയർ ചെയ്യണമായിട്ട് ചെയ്ത കുറച്ചുകൂടെ രസം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സമയം കിട്ടുമെന്നുള്ളേക്ക് അറിഞ്ഞൂടാ ഗൈസ്. അപ്പൊ ഗൈസ്, എന്റെ പൂക്കളത്തിന്റെ ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള ലെയർ ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഭയങ്കര റഷായി പോയി, കാരണം നല്ല ലേറ്റ് ആയി ഞാൻ ചെയ്യുമ്പോഴത്തേക്കും. ഇന്റേത് ഇതാ ഒരുവിധം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫൈനൽ ടച്ചും കൂടെ കഴിഞ്ഞ് സൈഡൊക്കെ ഒന്ന് നീറ്റ് ആക്കിയിട്ട് ഇപ്പൊ ഇതേപോലെയാണ് പൂക്കളുള്ളത്. എന്താ സ്ഥിതി എനിക്കറിയില്ല കേട്ടോ. എല്ലാവരും കൂടി ലാസ്റ്റ് വന്നാൽ മാത്രമേ ഉള്ളൂ ആർക്കാണ് പ്രൈസ് കിട്ടാന്നൊക്കെ അറിയാം. എനിക്കിതാ ഇത്രയും ആയിട്ടുണ്ട്. അവിടെയൊക്കെ ഷേപ്പ് ആക്കാനുണ്ട്. ഇവിടെ ഇതാ എനിക്ക് ഇത്രയും കൂടെ ഇടാനുണ്ട് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാലേ എന്റെ തീരുള്ളൂ. ഞാനിത് ലാസ്റ്റ് ഫൈനൽ ടച്ചും കൂടെ കഴിയണം. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞ് എന്റെ പൂക്കളെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മള് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് 3 പൂക്കളും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഫിനിഷ് ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾ ഓരോരുത്തരും പൂക്കളത്തിന്റെ ലുക്ക് ഇതാണ്. എന്റെ ഒരു യെല്ലോ, വൈറ്റ്, ഓറഞ്ച്, റെഡ് ആ ഒരു കോമ്പോയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇന്റത് ഓറഞ്ച്, റെഡ്, വൈറ്റ്, യെല്ലോ, പിന്നെ ലൈറ്റ് ആയിട്ട് ഒരു വയലറ്റ് കളർ അങ്ങനെയൊക്കെ ആയിട്ടാണ് എന്റെ പൂക്കളം നിൽക്കുന്നത്. ക്യാമറമാൻ കൊടുത്ത എല്ലാ പൂക്കളും
പൂക്കളോളം അതിൽ ഫില്ലാക്കിയിട്ടുണ്ട്. ഇന്ത്യത് മെയിൻ ആയിട്ട് ആ വയലറ്റ് വരുന്നുണ്ട്, പിന്നെ ചെട്ടികൾ വരുന്നുണ്ട്, പിന്നെ ഷാമിന്റെ നടുവിൽ ഒരു തെങ്ങ്, പിന്നെ തോണിയൊക്കെയാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞു തരേണ്ട അവസ്ഥ എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ് പൂക്കൾ ഇട്ടാന്ന് പറയുന്നത്. അപ്പൊ കൂടെ പറ്റുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതിലും ബെസ്റ്റ് ആക്കിയായിരുന്നു, കാരണം 1 മണിക്കൂറേ സമയമുള്ളൂ. അതുകൊണ്ട് പിന്നെ അതേ പറ്റുള്ളൂ. മാത്രമല്ല നമുക്ക് ആ സമയത്തിന്റെ ഉള്ളിലാണ് പൂ അരിയേണ്ടത്, വരയ്ക്കേണ്ടത്, അത് ഷേപ്പ് ആക്കി ഇടേണ്ടത് ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അത്ര സമയത്തിന്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണം. അപ്പൊ നമ്മുടെ പൂക്കള മത്സരം കഴിഞ്ഞപ്പോ എല്ലാവരുടെയും പൂക്കളത്തിന്റെ ലുക്സ് ഇതൊക്കെയാണ് കേട്ടോ. മറക്കാതെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അഞ്ചിനാണ്. ഇക്കാക്കും പറഞ്ഞ അഞ്ചിൻ്റെതാണ് ഇത്. അപ്പൊ ഫസ്റ്റ് അഞ്ചിക്കാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത്. ഞാൻ കുറച്ച് നല്ല തിക്കായിട്ടാട്ടോ ചെയ്തത്, അതുകൊണ്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാനിട്ട പൂക്കളം കാണുന്ന സമയത്ത് ഇന്ത്യതൊന്നും ഫിനിഷിംഗേ ഇല്ല ഗൈസ്. അപ്പൊ പക്ഷെ നമ്മള് സെലക്ട് ചെയ്ത ഡിസൈൻസ് എല്ലാവരും സെലക്ട് ചെയ്ത് നന്നായിരുന്നു. പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത ഡിസൈൻ എല്ലാം ഇട്ടത്, അത് വേറെ കാര്യം. പിന്നെ ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അഥവാ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് പായസം ഞാൻ ആലോചിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതാണ്. പറയട്ടെ, നിങ്ങൾ ഇവർ രണ്ടുപേരും എനിക്ക് ഉണ്ടാക്കി തരാണോ? പറയട്ടെ, പൈനാപ്പിൾ പായസം. പൈനാപ്പിളോടൊക്കെ പായസം ഉണ്ടാക്കും. അത് വേറെ. ഇനി നമുക്ക് പാലട വേണ്ട, എനിക്കിപ്പോ ശരിക്കും പൈനാപ്പിൾ പായസം വേണം. അത് വേണമെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കട്ടെ, എനിക്ക് നല്ല ടേസ്റ്റ് ഉള്ള സാധനം. എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കുന്നത് അങ്ങനെ പൈനാപ്പിൾ വേണം. അല്ലെങ്കിൽ ഇവര് ഏതെങ്കിലും ഇൻസ്റ്റന്റ് പാക്കറ്റ് വാങ്ങിയിട്ട് അത് പാലിൽ മിക്സ് ആക്കിയിട്ട് എനിക്ക് ഉണ്ടാക്കി. മറ്റേ പാലടൊക്കെ പറയുന്നു വിചാരിച്ചു. ഞാൻ ഇൻസ്റ്റന്റ് വാങ്ങിയിട്ട് വെക്കാലോ എന്നുള്ള രീതിയിലായിരുന്നു എളുപ്പപ്പണി നടക്കൂല. ഓൾ അത്ര ടഫ് ആയിട്ടുള്ള ഒന്നാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കേണ്ടത് ഓളെന്നെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്തായാലും പൈനാപ്പിൾ പായസം ഉണ്ടാക്കി കൊടുക്കാം ഗൈസ്. കമോൺ. അപ്പൊ ഗൈസ് നമുക്ക് പൈനാപ്പിൾ പായസം ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും വായി തന്നിട്ടുണ്ട്. അഞ്ചിന്റെ അവിടെ ഒരാള് സുഖിച്ചിരിക്കുന്നുണ്ട്. ഞാൻ കാരണം എനിക്കൊരു പണിയില്ല, ഞാൻ ജയിച്ചതുകൊണ്ട് തന്നെ ഇവര് എനിക്ക് പായസം ഉണ്ടാക്കി തരണം. ഞാനത് നോക്കിയിരിക്കുക. ഞാൻ തെറ്റുകുറ്റം കണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം, അതുപോലെ ചെയ്താൽ മതി. ഇല്ല, ഞങ്ങളൊരു പായസം ഉണ്ടാക്കാനേ പറഞ്ഞുള്ളൂ. ഉണ്ടാക്കി തന്നത് അതേപോലെ ഓട് കുടിക്കാം. പക്ഷെ ഇവർക്ക് കുടിക്കാനുള്ളതാണ് ഓർമ്മയില്ല. ഞങ്ങളത് കുക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ അതിന് വേണ്ടി പൈനാപ്പിൾ നമുക്ക് കുനുകുന അരിഞ്ഞ് സെറ്റ് ആക്കാനുണ്ട്. അപ്പൊ ഞാൻ അരിയും കേട്ടോ. അത് ശ്രീക്കാണ് നല്ലത്. ശ്രീ ആകുമ്പോ സമാധാനത്തിൽ അതൊക്കെ ചെയ്തോളൂ. ഞാൻ ടെഡീനൊക്കെ പിടിച്ചിട്ട് ഞാൻ സമാധാനത്തിൽ ഇരിക്കുകയാണ്. ഇവര് ഓരോരുത്തർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇവർക്ക് പൈനാപ്പിൾ പായസത്തിൽ എന്താണ് സാവനരി ചൊവ്വരി എന്നൊക്കെ പറയൂ. അപ്പൊ അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഈ ചൊവ്വരിയും. പിന്നെ അതിന്റെ ഇടയിൽ നല്ല മധുരമുള്ള പൈനാപ്പിളും കൂടെ ഒക്കെ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആണ്. ഇവര് ഇതുവരെ കഴിച്ചിട്ടുമില്ല. അപ്പൊ പിന്നെ അവർക്കൊരു ചാൻസ് കൂടി ആയി കഴിക്കാൻ. അപ്പൊ ഇത്രയും വെറൈറ്റി സാധനങ്ങൾ എവിടെ നിന്ന് പൊക്കി പിടിച്ച് കൊണ്ടുപോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. നല്ല പാലട പായസം ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ഒക്കെ വാങ്ങി ഉണ്ടാക്കി കൊടുക്കാം. സമയത്ത് അത് നേരെ പാലിലേക്ക് ഇട്ടാൽ മതി. അപ്പൊ അത്രയും എളുപ്പം ആവണ്ടല്ലോ എന്ന് വിചാരിച്ചില്ല. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം കഴിക്കാലോ, പണി എടുപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ പറയരുത്. എന്നോട് സല്ലു ബാക്കിൽ നിന്നിട്ട് പൈനാപ്പിൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്. ഞാൻ തെറ്റിദ്ധരിക്കുന്നു. അല്ല, പൈനാപ്പിൾ പായസം ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള അവിടെ ഏച്ചുണ്ടാക്കി കൊടുക്കലുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഞാനിതേ സാവനരി എടുത്തിട്ടുണ്ട്, അത് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അപ്പൊ നമുക്ക് സാവനരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഫുള്ള് വേവിക്കേണ്ട, ഒരു 1/4 വേവ് മതി. നല്ല ഇടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ പായസം നല്ല ചില്ലായിട്ടാണ് കുടിക്കേണ്ടത്. അപ്പൊ നല്ല മഴയൊക്കെ പെയ്തിട്ട് ഇവർ ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കുടിക്കും. ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓണത്തിന് പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉള്ള പായസം. ഈ സല്ലു പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏച്ചി ഉണ്ടാക്കി തന്നിട്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഓന് ആഗ്രഹം ഉണ്ട് കുടിക്കാൻ വേണ്ടിട്ട്, അതാട്ടോ. അപ്പൊ നമ്മൾ പൈനാപ്പിൾ ഒക്കെ ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുനുകുന അരിയണമെന്നാണ് അഞ്ചി പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ അരിയണമെന്ന് വരെ ക്ലീൻ ആയിട്ട് അവിടെ ഇരുന്ന് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പൈനാപ്പിൾ ഒക്കെ ചെത്തി കഴിഞ്ഞിട്ട് അതിന്റെ സെന്റർ നമ്മൾ ഇത് ഇങ്ങോട്ട് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ സാവനരി ഏകദേശം ആയിട്ടുണ്ട്. ഇത് മുഴുവൻ കുക്ക് ആവണ്ട, ഒരു 1/4 ഭാഗം കുക്ക് ആയാൽ മതി. അപ്പൊ ഇത് ഏകദേശം ഇതൊരു ട്രാൻസ്പെറന്റ് ആയി വന്നിട്ടുണ്ട്. ഒരു ഇത്തിരി കൂടെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവട്ടോ. എന്നിട്ട് നമുക്ക് ഇത് തണുക്കാൻ വെക്കണം. നല്ല ആയാൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ. അയ്യോ, അപ്പൊ സാവനരി
നമുക്കത് അടുപ്പത്ത് നിന്ന് എടുക്കട്ടോ. ഇത് ഇങ്ങോട്ടേക്ക് മുഖത്തേക്ക് തെറിക്കും. അപ്പൊ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. പക്ഷേ എന്റെ ഏകദേശം കഴിയാനായിട്ടോ. ഞാൻ കുരുകുന അരിഞ്ഞോണ്ടിരിക്കണം. എന്റെ ഇപ്പൊ കഴിയട്ടോ. ഇത് ഈ 2 പീസും കൂടെ അറിയുന്നില്ലല്ലോ. ഇതൊക്കെ അങ്ങനെ അരിഞ്ഞിട്ടതാണ്. കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ പൈനാപ്പിൾ, നമുക്കല്ല ഇവർക്ക്, ആ പൈനാപ്പിളിൽ പഞ്ചസാര ഇട്ടിട്ട് ആ പൈനാപ്പിൾ നല്ല മധുരത്തിൽ വേവിച്ചെടുക്കാണ്. അത് തണുത്തിട്ട് വേണം നമുക്ക് പായസത്തിലേക്ക് add ചെയ്യാൻ. അല്ല, ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ ഓർക്ക് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ വെള്ളം ഒന്ന് ഊറ്റട്ടോ. അപ്പൊ ഈ സാവനരി ഇത് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അടുത്തത് നമുക്ക് പൈനാപ്പിൾ വേവിക്കാനാണ് പരിപാടി. പൈനാപ്പിൾ റെഡിയാണ്. ഞാനിത് മുറിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ കുരുകുനാന്ന് പറഞ്ഞിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അവിടേക്ക് കൊടുക്കാം. അതെ, പൈനാപ്പിൾ വേവിക്കാൻ വേണ്ടി ഞാൻ പാനിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം ഞാൻ ഇരുന്നിട്ടുള്ള സഹായമൊക്കെ ചെയ്യുന്നുണ്ട്, പഞ്ചസാര കേട്ടോ. അവള് സഹായിക്കുന്നുണ്ട് guys. സത്യമായിട്ട് സഹായിക്കുന്നുണ്ട്. ആ പൈനാപ്പിൾ ഇട്ടോ. അപ്പൊ നമുക്ക് ഈ അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ഈ വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കുറച്ചിരിക്കുന്നു കേട്ടോ. ഇത് ശരിക്കും ആയി വരുമ്പോ എന്തായിരിക്കും ടേസ്റ്റ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു ആകാംക്ഷ ഉണ്ട് കേട്ടോ. കഴിച്ചു നോക്കണം എന്നുണ്ടായിരുന്നത്. അത് ഞാൻ എന്താ വെച്ചാൽ ഇവർ കഴിക്കാത്ത സാധനമല്ലേ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പറഞ്ഞത്. എങ്ങനെ അല്ല, ഞാൻ പറഞ്ഞത് ഇഷ്ടമായിട്ടല്ല. ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കഴിച്ച സാധനമാണ്. അപ്പൊ ഇവരും കൂടി ഒന്ന് കഴിച്ചോട്ടെ എന്നുള്ള ആ ഒരു നല്ല മനസ്സും കൂടി പിന്നെ വെള്ളം ഒഴിച്ച് ഇത് വെള്ളം കുറച്ചുകൂടെ കുറയ്ക്കണം guys. ഇനി നമുക്ക് guys ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3-4 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2, 3, 4 ഒന്നുകൂടെ ഇടാം അല്ലേ? ഇട്ടോ. നല്ല മധുരത്തിൽ നിന്നോട്ടെ. പായസല്ലേ, ഇതൊരു വെറൈറ്റി പായസാട്ടോ. ശരിക്കും പായസമാണോ ഈ എന്താണ് Custard ആണോ അങ്ങനത്തെ ഒരു ടൈപ്പ് പായസം. അതാണ് പറയുന്നത്, തണുപ്പിച്ച് കുടിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉള്ള സാധനം. അപ്പൊ guys ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാട്ടോ. കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നോട്ടെ. ഇനി guys നമുക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ആ പൈനാപ്പിൾ വേവുന്നതിന്റെ ഇടയിൽ ഈ പാല് തിളച്ചോളൂ കേട്ടോ. 3 പാക്കറ്റ് പാലാട്ടോ നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഉണ്ടാക്കി തരാന്നുള്ള പേരാണെങ്കിൽ ഇവിടെ എല്ലാരും കുടിക്കും കേട്ടോ. അതെന്തായാലും ഞങ്ങൾ ടേസ്റ്റ് നോക്കുമല്ലോ. അപ്പൊ guys പൈനാപ്പിൾ ഇത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് തുറന്ന് വെച്ചാട്ടോ ഈ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട്. പുറത്ത് നല്ല മഴ ഇടിയൊക്കെയാണ് കേട്ടോ. ഈ മഴയത്ത് പായസം കുടിക്കാൻ നല്ല രസമായിരിക്കും. നല്ല ചൂട് പായസം അല്ലേ ഷമി? പൈനാപ്പിളിന്റെ വെള്ളം ഒരുവിധം വറ്റിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാന്. അപ്പൊ പാല് നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മതി മതി മതി. ഒരു 3/4 ഭാഗം മിൽക്ക് മെയ്ഡ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ല taste ആയിക്കോട്ടെ. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിലേക്ക് നമ്മൾ സൗനരി വേവിച്ചതുണ്ട്, അത് അതിലേക്ക് ഇടണം. പിന്നെ പൈനാപ്പിൾ കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ടാണ് ആ പാലിലേക്ക് ഇടേണ്ടത്. പിന്നെ മധുരം നോക്കി നമുക്ക് പഞ്ചസാര ഇടാറുണ്ട് കേട്ടോ. അപ്പൊ ഇതേ സാവനരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സാവനരി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സാവനരി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ, അല്ലേ കട്ട പിടിക്കും. നല്ല ഭംഗിയാണ് അതിൽ കാണാനേ. നല്ലൊരു പോലെ ഉണ്ടാവും. നമ്മളെ പായസത്തിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് guys. ഇത് കഴിഞ്ഞാൽ അറിയാം നമ്മളെ പായസത്തിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പൊ നമ്മൾ ഇതിലേക്ക് സാവനരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഈ പൈനാപ്പിൾ ഏകദേശം ഒന്ന് തണുപ്പ് അറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പൈനാപ്പിളും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്താ വേണ്ട വേണ്ട വേണ്ട, ഇത്രയും ചെയ്തില്ല, ഇനി ഞങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മളിത് പൈനാപ്പിൾ ഈ ചൂട് പാലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഈ പായസം പറഞ്ഞല്ലോ എന്നുള്ള സന്തോഷാണ് അവർക്ക്, അല്ലേ? ചെറുതായിട്ട് ഞങ്ങൾക്ക് അതിനൊരു സന്തോഷമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ഉണ്ടാക്കൂല. ഇതിനോട് പറഞ്ഞോണ്ടാട്ടോ ഉണ്ടാക്കിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 5 തന്നെ ഉണ്ടാക്കി തരേണ്ടി വരും. അപ്പൊ നമ്മൾ പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൈനാപ്പിൾ ഇടാട്ടോ. ഞങ്ങൾ ഇട്ട് കുറച്ച് കുറഞ്ഞു വയ്ക്കുന്നത്. 5 ക്ഷമിക്കണം. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇതൊന്ന് കുറച്ചൊന്ന് കുറുകിക്കോട്ടെ കേട്ടോ, എന്നാലേ അതൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഞാൻ മധുരം നോക്കണം, മധുരം നോക്കിയിട്ടില്ല നമ്മള്. ആ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് വെച്ചിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ മധുരം വേണ്ടി വരും. മധുരമുണ്ട്. അഞ്ചിനുള്ള ഓണ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 5ക്കുള്ള ഞങ്ങളെ വകയുള്ള ഓണ സമ്മാനാണ്. അപ്പൊ നമുക്കിത് ബൗളിലേക്ക് മാറ്റാം. ആദ്യം എനിക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാൻ തന്നെ. ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. അത് ശരിക്കും ചില്ലാക്കി കഴിക്കണം. അതിനുള്ള സമയം നമുക്ക് ഇപ്പൊ ഇല്ല. അതുകൊണ്ട് നമ്മൾ ചൂടോടെ കഴിക്കുകയാണ്. ഇത് നല്ല തണുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. taste ഉണ്ട്. കസ്റ്റർഡ് പോലെ ഉണ്ടാവും. കാണുമ്പോ നല്ല യമ്മിയാണ് കേട്ടോ. കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ആ ബൗളിരിക്കും പൈനാപ്പിൾ ഉണ്ട്, അത് ഇഷ്ടംപോലെ ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ 5ക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാട്ടോ. നല്ല ചൂടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ പായസം എങ്ങനെയുണ്ടെന്ന് പറ. നല്ല ചൂട്. അപ്പൊ എനിക്ക് ഓണസമ്മാനായിട്ട് തന്ന പൈനാപ്പിൾ പായസം ഞാൻ കുടിച്ചു നോക്കണം കേട്ടോ. നല്ല ചൂടുണ്ട്. വീട്ടിൽ ഉണ്ടാക്കുന്ന ലുക്ക് ഉണ്ട് ഇതിന്. ഉണ്ട്. അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ടോ? സമാധാനായി.
കൂടുതൽ പൈനാപ്പിൾ ഉള്ളത് ശ്രീക്ക്. ഞാനിത് ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നത് ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് തണുത്ത് കുടിക്കാൻ അടിപൊളിയായിരിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആവി മാറുന്നുണ്ട് ഇപ്പൊ തന്നെ. ധൈര്യമായിട്ട് ട്രൈ നോക്കട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് ഒരു പൈനാപ്പിൾ പായസം ഉണ്ടാക്കുമ്പോ നല്ല രസമായിരിക്കും. നമുക്കിത് ഈ പൈനാപ്പിൾ ഒക്കെ കൂട്ടിയിട്ട് ഒന്ന് എടുത്തിട്ട് കഴിക്കാം. സല്ലൂര് നല്ല കൊതിയാവുന്നുണ്ട്. ക്യാമറ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. പിന്നെ ടാങ്കിന്റെ ഓണം പ്രൊമോ പാക്ക് നിങ്ങളുടെ അടുത്തുള്ള എല്ലാ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. അപ്പൊ എല്ലാവരും ഇത്തവണത്തെ ഓണം ടാങ്കിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഒക്കെ വരുന്ന സമയത്ത് നല്ല ചിൽഡ് ആയിട്ടുള്ള ഒരു ടാങ്ക് കൊടുത്തിട്ട് അവരെ വെൽക്കം ചെയ്യാം. അപ്പൊ ഈ തവണത്തെ ഓണം നിങ്ങൾ ടാങ്കിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്തതും പിന്നെ നിങ്ങളെ ക്ലോത്ത്സും ഫുഡും ഡെക്കറേഷൻസും എല്ലാം നിങ്ങളുടെ സെലിബ്രേഷൻ പ്ലാൻസ് നേരെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും. ചെറുക്കിന് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് എല്ലാം നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു